ഇന്ന് നമ്മുടെ തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന കുറച്ച് വിത്തുകൾ തന്നെയാണ് കേട്ടോ പാകാൻ പോകുന്നത്. അപ്പോൾ പെറ്റൂണിയ വിത്തുകളും കുറച്ച് സീനിയ വിത്തുകളാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെറ്റൂണിയ പൂവുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വിത്ത് ഫോമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂത്ത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നമുക്കിങ്ങനെ പിരിച്ച് അതിൻ്റെ സീഡ് പോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അത് നമുക്ക് പുറത്തേക്ക് എടുക്കണം. വളരെ മണൽത്തരികൾ പോലത്തെ വിത്താട്ടോ പെറ്റൂണിയൻ്റെ വിത്തുകൾ. മുളയ്ക്കാനും ഉറുമ്പുകളൊന്നും കൊണ്ടുപോകാതെ മുളപ്പിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടെന്ന് മുളയ്ക്കുമെങ്കിലും കൂടി അത് ഉറുമ്പുകളെ വളരെയധികം സൂക്ഷിക്കണം. കുറച്ച് ഉറുമ്പ് പൊടിയൊക്കെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം നമ്മളിത് നടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ആ വിത്തുകളാണ് ഇന്ന് ശേഖരിക്കുന്നത് കേട്ടോ. കുറേ വിത്തുകളുണ്ട്, ഞാൻ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം സമയമില്ലാത്ത കാരണമേ എനിക്കിത് പറിച്ചെടുക്കാൻ. അങ്ങനെ ഞാനിതെല്ലാം കൂടി അതിന് സീഡ് പോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് വിത്തുകളെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് കണ്ടില്ല, പല കളറുണ്ട്, ചുവപ്പ്, വയലറ്റ്, അങ്ങനെ മിക്സഡ് സീഡ്സ് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയിട്ട് നട്ട സീഡ്സാണ്. ഇനിയിപ്പോൾ അടുത്ത തലമുറ ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ ഇതിലെ പൂക്കളൊക്കെ തീരാനായി. അപ്പോൾ ഇനിയിപ്പം അടുത്ത തലമുറയെ വാർത്തെടുക്കണ്ടേ, അതിനുള്ള ശ്രമത്തിലാണ്. അങ്ങനെയാണ് ഞാൻ ഈ വിത്തുകൾ മുഴുവനും രണ്ടാമത് പാകാൻ തീരുമാനിച്ചത്. ഇത് സ്റ്റാർ പെറ്റൂണിയ കേട്ടോ, കണ്ടോ, സ്റ്റാർ പെറ്റൂണിയാണ്. കാരണം ഇത് സീനിയ വിത്തുകൾ എൻ്റെ അടുത്ത് 2-3 കളറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒക്കെ പോയി. ഇപ്പോൾ ആകെ ഉള്ളത് ചുവപ്പ് സീനിക മാത്രമാണ്. എന്നാലും ഞാൻ നഷ്ടപ്പെടുത്താതെ അത് പറിച്ചെടുത്തു. അത് നടാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ഇതാണ് കാണുന്നത് കേട്ടോ. എല്ലാത്തൊന്നും വിത്തുകളൊക്കെ ഇതാ പുറത്തേക്ക് എടുക്കതാ. അപ്പോൾ കുറച്ച് വിത്തുകൾ കിട്ടി, വളരെ കുഞ്ഞു വിത്തുകൾ എന്ന് പറഞ്ഞാൽ മണൽത്തരിയേക്കാളും ചെറുത്. അതിന് നമ്മൾ ഇതാ പോട്ടി മിക്സിലേക്ക് ഇടുക കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട അതേ പോട്ടി മിക്സാണ്. മണൽ, ചാണകപ്പൊടി ഇപ്പോൾ ചേർത്തിട്ട്. വെറും മണ്ണിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചുവന്ന മണ്ണാണെങ്കിൽ വളരെ അത്യുത്തമമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഇതിലിട്ട് ലേശം വെള്ളമൊക്കെ തെളിച്ചു. പിന്നെ ഇത് സീനിയാണ് കേട്ടോ. സീനിയൻ്റെ വിത്തൊക്കെ ഞാൻ ഇത് വേർതിരിച്ചെടുക്കാനൊന്നും എനിക്ക് സമയമല്ല, അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ഇടാം. പക്ഷെ അങ്ങനെ മുളയ്ക്കും. നമ്മളത് അങ്ങനെ തന്നെ ഇതാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ അതിൻ്റെ വിത്തുകളിൽ നിന്ന് അത് മുളച്ച് കിട്ടും. സീനിയൊക്കെ അങ്ങനെ ഒരു ഗുണമുണ്ട്, സീനിയ മുളയ്ക്കാതിരിക്കില്ല. ആര് നട്ടാലും ഏത് പോട്ടി മിക്സിലും നട്ടാലും മുളച്ചുണ്ടാകുന്നൊരു ഇത് തന്നെയാണ്. ഫ്ലവർ സീഡാണ് സീനിക. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സീഡുകളൊക്കെ നമ്മൾ പോട്ടി മിക്സിൽ നടുമ്പോൾ 2-3 തരം പോട്ടി മിക്സിൽ നട്ട് നോക്കണം. മാത്രമല്ല കൊണ്ടുവന്ന് എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് പാകരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുളയ്ക്കുകയല്ലേ എന്നൊന്നും ചിലപ്പോൾ നമ്മൾ വളരെ എക്സ്പെൻസീവായ വിത്തുകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2-3 തരം പോട്ടി മിക്സിൽ മുളപ്പിക്കാൻ നോക്കണം കേട്ടോ.